അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമ്മുടെ പുതിയ പഠന വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മദ്യപാനത്തെ കുറിച്ചാണ്. വ്യത്യസ്ത മതങ്ങളിൽ മദ്യപാനത്തെ കുറിച്ച് എന്തു പറയുന്നു എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കുന്നത്. ഞാൻ പല മതങ്ങളുടെയും പിന്നാമ്പുറങ്ങളിലേക്ക് ചെന്ന് കടന്നപ്പോൾ മദ്യപാനത്തെ നിരുത്സാഹപ്പെടുത്തുന്നതായിട്ട് പല ഗ്രന്ഥങ്ങളും കാണാനിടയായി. നമുക്കറിയാം, ഇന്ന് ചില മതങ്ങൾ എടുത്തു നോക്കുന്ന സമയത്ത് അതിലെ ചില മത മേധാവികൾ അവരുടെ പ്രത്യേക പൂജാവേളകളിൽ, ആഘോഷവേളകളിൽ മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള ചില വാചകങ്ങളും പ്രവർത്തികളുമൊക്കെ കൂട്ടത്തിൽ കാണാനിടയായി. ഇവരുടെ പ്രവർത്തികളും യഥാർത്ഥത്തിൽ അവരുമായി ബന്ധപ്പെട്ട മതഗ്രന്ഥങ്ങളും പറയുന്നത് തീർത്തും വൈരുദ്ധ്യമാണ്. ഒരു മതവും മതഗ്രന്ഥവും മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതായിട്ട് നമുക്ക് എവിടെയും കാണാൻ സാധിക്കില്ല. നമുക്ക് ഓരോ മതങ്ങളുടെ ഗ്രന്ഥങ്ങൾ എടുത്തുകൊണ്ട് തന്നെ നമുക്ക് പരിശോധിക്കാം. ആദ്യമായിട്ട് ഞാൻ ഹൈന്ദവ മതത്തെ സംബന്ധിച്ചാണ് പറയാൻ പോകുന്നത്. ഹൈന്ദവ മതത്തിലെ ചില പൂജാവേളകളിലൊക്കെ പൂജാരികളും സ്വാമിമാരും ഒക്കെ മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ചില വസ്തുതകൾ നാം കാണാറുണ്ട്. അത് തീർത്തും തെറ്റാണ് എന്നാണ് ഹൈന്ദവ മതത്തിലെ ഗ്രന്ഥങ്ങൾ ഓരോന്നും പറയുന്നത്. വിഷ്ണുസ്മൃതിയിലെ 22:84 വചനം ഇങ്ങനെയാണ്: 10 ലഹരി പാനീയങ്ങൾ ബ്രാഹ്മണന് അശുദ്ധമാണ്. 10 ലഹരി പാനീയങ്ങൾ ബ്രാഹ്മണന് ഹിന്ദുമതം അശുദ്ധമാക്കിയിട്ടുണ്ട്. അത് തീരെ ഉപയോഗിക്കാനേ പാടില്ല എന്നാണ് വിഷ്ണുസ്മൃതി പറയുന്നത്. അതുപോലെ തന്നെ മനുസ്മൃതിയിലെ 5:56 വചനം ഇങ്ങനെയാണ്: ന മാംസ ഭക്ഷണേ ദോഷോ ന മധ്യേന ച മൈഥുനെ പ്രവൃത്തിരേഷാഭൂതാന നിവൃത്തിസ്തു മഹാഫല. മനുസ്മൃതിയിലൂടെ മനു പറയുന്നത് മദ്യപാനത്തിൽ നിന്ന് വിട്ടുനിൽക്കൽ വലിയ പ്രതിഫലാർഹമാണ് എന്നാണ്. അതുപോലെ തന്നെ ഛന്ദോപനിഷത്തിലെ 5:10-9 ഹിന്ദുമതത്തിലെ 5 പാപങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. പഞ്ചമഹാപാതകങ്ങൾ എന്നാണ് ഹിന്ദുമതത്തിൽ അതിനെ സംബന്ധിച്ച് പറയാറുള്ളത്. ഛന്ദോപനിഷത്തിൽ പറയുന്ന 5 പാപങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സ്റ്റെനോ ഹിരണ്യസ്യ സുരാം പിപാശ്ച ഗുരോസ്തൽപമവസൻ ബ്രഹ്മ ചൈതേ പതന്തി ചത്വാര പഞ്ചമശ്ചോരം സ്ഥൈരിതി. ഇങ്ങനെ 5 മഹാപാതകങ്ങളെ കുറിച്ച് ആണ് പറയുന്നത്. ഏതൊക്കെയാണ് 5 മഹാപാതകങ്ങൾ? 1, സ്വർണം മോഷ്ടിക്കുന്നവൻ, അത് മഹാപാപമാണ്. 2, സ്പിരിറ്റ് കുടിക്കുന്നവൻ. 3, തന്റെ ഗുരുവിന്റെ കിടക്കയെ അഭിമാനിക്കുന്നവൻ. 4, ബ്രാഹ്മണനെ കൊല്ലുന്നവൻ. 5ാമത്തെ പാപം എന്ന് പറയുന്നത് ഈ മേൽ പറയപ്പെട്ട 4 വിഭാഗക്കാരുമായിട്ട് സഹവസിക്കുന്നവർ, കൂട്ടുകൂടുന്നവർ. ഈ 5 മഹാപാതകങ്ങളിൽ ഹിന്ദു മതത്തിൽ എണ്ണിയിട്ടുള്ളതിൽ 2ാമത്തേത് മദ്യം കഴിക്കുന്നവരെന്നാണ്. മദ്യപാനം വലിയ പാപമാണ്, 5 മഹാപാതകങ്ങളിൽപ്പെട്ട ഒരു പാപമാണ് എന്ന് ഛന്ദോപനിഷത്തിൽ പറയുന്നു. അതുപോലെ തന്നെ ഋഗ്വേദത്തിൽ 7:86 പറയുന്നു: നസസ്സോ ദക്ഷോ വരുണദ്രുതി സസുരമത്യുർവിപീതകോചിത്തി അസ്തിജ്ഞാനി ഖനീയസ് ഉപാരെ സ്വപ്നച്ചനേന്ദ്രത്യ പ്രയോഗദാ. ഇതില് വരുണെ വിളിച്ചുകൊണ്ട് തങ്ങളുടെ അധപ്പതനത്തിലുള്ള കാരണം എന്താണെന്ന് മഹാഗുരു വ്യക്തമാക്കുന്നു. മഹാഗുരു ഇങ്ങനെയാണ് പറയുന്നത്: വരുണ, ഈ അധപ്പതനം നമ്മൾ തെരഞ്ഞെടുത്ത പതനമല്ല, മറിച്ച് നമ്മൾ ചെയ്തു പോയ ചില കാര്യങ്ങൾ മൂലമുണ്ടായ പതനമാണ്. ആ ചെയ്തു പോയ കാര്യങ്ങളെ ഋഗ്വേദത്തിലൂടെ പരിചയപ്പെടുത്താണ്. 1, ലഹരി; 2, ക്രോധം, ചൂതാട്ടം, അജ്ഞത. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മെ അധപ്പതനത്തിലേക്ക് നയിച്ചത് വരുണ എന്ന് മഹാഗുരു പറയുന്നു. അതുപോലെ തന്നെ ഋഗ്വേദത്തിൽ 8:2-12 പറയുന്നുണ്ട്: ഹൃത്സൂപിധാസോ യുദ്ധന്തേ ദുർമദാസോ നസുരയാ ഊദർണനഗ്നാചരന്തേ. ഋഗ്വേദത്തിൽ പറയുന്നത് മദ്യപാനം മൂലം ഉണ്ടാകുന്ന ചില പ്രത്യാഘാതങ്ങളെ കുറിച്ചാണ്.
ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് അവരുടെ ബുദ്ധി നഷ്ടപ്പെടുന്നു, ചീത്തയായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നു, നഗ്നരാകുന്നു, പരസ്പരം പോരടിക്കുന്നു. മദ്യപാനം മൂലമുണ്ടാകുന്ന ചില പ്രയാസങ്ങളെക്കുറിച്ച്, പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഋഗ്വേദത്തിലെ 8:2-12 പറയുന്നത്. ഇങ്ങനെ ഒട്ടേറെ വചനങ്ങളും ശ്ലോകങ്ങളും നമുക്ക് ഹൈന്ദവ വേദത്തിലെ വ്യത്യസ്ത ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. എവിടെയും മദ്യപാനത്തെ പ്രോത്സാഹിപ്പിച്ചതായിട്ട് കാണുന്നില്ല. അപ്പൊ ചില ആളുകൾ അവിടെ പറയാറുണ്ട്, ദേവന്മാർ വീഞ്ഞു കുടിക്കാറുണ്ട്, ദേവതകൾ വീഞ്ഞു കുടിക്കാറുണ്ട്, മദ്യപിക്കാറുണ്ട്. അവയെ സംബന്ധിച്ച് ഗ്രന്ഥങ്ങൾ തന്നെ പറയുന്നു, ദേവന്മാർ ദേവതകൾ കുടിക്കുന്ന വീഞ്ഞ് മദ്യം എന്നുള്ളത് അത് ലഹരിയുള്ള മദ്യമല്ല, വീഞ്ഞല്ല. അതിനെ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാനോ അനുകരിക്കാനോ പാടില്ല എന്ന് ഹൈന്ദവ മതഗ്രന്ഥങ്ങൾ തന്നെ പറയുന്നുണ്ട്. കാരണം ദേവന്മാർ ഒരിക്കലും മനുഷ്യരെ പോലെയല്ല, ദേവതകൾ ഒരിക്കലും മനുഷ്യരൂപത്തിലല്ല. അപ്പോൾ നമ്മൾ ചില ആളുകൾ ചിത്രീകരിക്കുന്ന ദേവതമാർ, അവരുടെ രൂപങ്ങൾ മനുഷ്യരൂപത്തിൽ കാണുന്നത് അത് വെറും സാങ്കല്പികം മാത്രമാണ്. ദേവതകൾക്കോ ദേവന്മാർക്കോ ഒരിക്കലും മനുഷ്യരുമായിട്ട് യാതൊരു സാദൃശ്യവും ഇല്ല എന്ന് അഥർവവേദം അടക്കമുള്ള ഗ്രന്ഥങ്ങളിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇനി മറ്റൊരു മതത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്, ക്രൈസ്തവ മതം. ക്രിസ്തുമസിന്റെ പേരിൽ വലിയ അഴിഞ്ഞാട്ടം വീഞ്ഞൊഴുക്കുന്ന ഒരു മതമാണ് ക്രൈസ്തവ മതം എന്ന് പറയുന്നത്. ബൈബിൾ എവിടെയും മദ്യപാനത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. നമുക്ക് ചില വചനങ്ങൾ കൂടി എടുത്തു നോക്കാം. എഫെസ്യർ 5:18 പറയുന്നത് നാം മദ്യപിക്കരുത് എന്നാണ്. അതുപോലെ തന്നെ സദൃശവാക്യങ്ങൾ പഴയ നിയമം 20:1 പറയുന്നു, വീഞ്ഞ് പരിഹാസക്കാരനാണ്, മദ്യം കലഹക്കാരനാണ്, അതിലൂടെ വഴി തെറ്റുന്നവൻ ജ്ഞാനിയല്ല. മദ്യപാനത്തിന്റെ പ്രശ്നങ്ങളെ കുറിച്ചാണ് സദൃശവാക്യങ്ങളിലൂടെ പറയുന്നത്. ഇതേ വാക്യങ്ങളിൽ തന്നെ 23, 29 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ, സാത്താൻ മനുഷ്യരെ അവരുടെ വ്യക്തിയെ മറയ്ക്കാനും അവരുടെ ആത്മീയ ധാരണകളെ തളർത്താനും ലഹരി പാനീയങ്ങളിൽ മുഴുകാൻ അവരെ പ്രലോഭിപ്പിക്കുന്നു. താഴ്ന്ന പ്രകൃതിയെ കീഴ്പ്പെടുത്താൻ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നു. ഇതിലൂടെ പറയുന്നത് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം എന്ന് പറയുന്നത് സാത്താന്റെ അഥവാ പിശാചിന്റെ ഒരു ദുർബോധനമാണ്. നിങ്ങൾ അതിലൊരിക്കലും വീഴാൻ പാടില്ല എന്നാണ് പറയുന്നത്. ലൂക്ക 1:15 പറയുന്നു, യോഹന്നാൻ സ്നാപകൻ വീഞ്ഞോ മദ്യമോ കുടിക്കരുതെന്ന് കർത്താവ് നിർദ്ദേശിച്ചു. കർത്താവ് പറയുന്നത് വീഞ്ഞു കുടിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഹബക്കുക്ക് 2:15 തന്റെ അയൽക്കാരന്റെ ചുണ്ടിൽ കുപ്പി വെക്കേണ്ട, മനുഷ്യന് അവനൊരു ശാപം പ്രഖ്യാപിച്ചു. ഇതിലൂടെയൊക്കെ ഇതിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ചും നിരുത്സാഹപ്പെടുത്തുന്നതിനെ സംബന്ധിച്ചുമാണ് പറയുന്നത്. ലേവ്യർ 10:8 മുതൽ 9 വരെയുള്ള വചനങ്ങൾ ഇങ്ങനെയാണ്, കർത്താവിന്റെ തിരുസന്നിധിയിൽ മദ്യപൻ പ്രവേശിച്ചാൽ ശിക്ഷ മരണം. ഇത്തരത്തിൽ ഒരുപാട് വാക്യങ്ങൾ നമുക്ക് ബൈബിൾ എടുത്തു നോക്കിയാലും കാണാൻ സാധിക്കും. മദ്യപാനം എന്നത് പൈശാചികമാണ് എന്ന് ഹബക്കൂക്ക് 25, സുഭാഷിതങ്ങൾ 20:1, 23 മുതൽ 29 വരെയുള്ള വചനങ്ങൾ, പ്രഭാഷകൻ 19:2, 31 മുതൽ 32 വരെയുള്ള വചനങ്ങൾ, യെശയ്യ 28:7, ഹോസിയ 4:11, കൊറിന്തോസ് 1-ാം 6 മുതൽ 10 വരെയുള്ള വചനങ്ങൾ, എഫെസോസ് 5:18, വെളിപാട് 18:3. ഈ വാചകങ്ങളിലൂടെയൊക്കെ പറയുന്നത് മദ്യപാനം എന്ന് പറയുന്നത് അതിൽ പൈശാചികമുണ്ട്, അത് ശൈത്താന്റെ സാത്താനിന്റെ ദുർബോധനമാണ്. അതുപോലെ തന്നെ ദൈവം മദ്യത്തെയും മദ്യപാനിയെയും ഒരുപോലെ വെറുക്കുന്നു എന്നുകൂടി ബൈബിളിൽ പറയുന്നുണ്ട്. നിയമാവർത്തനം 21:21, സാമുവൽ 25:36 മുതൽ 38 വരെയുള്ള വചനങ്ങൾ, സുഭാഷിതങ്ങൾ 26:10, കോറിന്തോസ് 1-ാം 5 മുതൽ 11 വരെയുള്ള വചനങ്ങൾ. ഇതിൽ പറയുന്നത് ദൈവം മദ്യത്തെയും മദ്യപാനിയെയും ഒരുപോലെ വെറുക്കുന്നുണ്ട്. അപ്പോൾ ചില ആളുകൾ യേശുക്രിസ്തുവിന്റെ ചില ഒരു സംഭവം എടുത്തുകൊണ്ട് പറയാറുണ്ട്, യേശു കാനായിലെ വിവാഹ സൽക്കാരത്തിൽ വെച്ചുകൊണ്ട് വീഞ്ഞു കുടിച്ചിട്ടുണ്ട്, വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റി അത് കുടിച്ചിട്ടുണ്ട് എന്ന് ചില ബൈബിൾ വചനങ്ങൾ എടുത്തുകൊണ്ട് ചില ആളുകൾ പറയാറുണ്ട്. ക്രൈസ്തവ മതത്തിൽ വീഞ്ഞു കുടിക്കുന്നതിന്, മദ്യം കഴിക്കുന്നതിന് യാതൊരു വിരോധവും ഇല്ല എന്ന്.
അവർ ഉദ്ധരിക്കുന്ന ചില വചനം ഇങ്ങനെയാണ്. മത്തായിയുടെ സുവിശേഷം 26-29, ലൂക്കോസ് 7:34. ഇവര് ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. യേശു ഭൂമിയിലായിരുന്നപ്പോൾ വീഞ്ഞു കുടിച്ചിട്ടുണ്ട്. അതുപോലെ യോഹന്നാൻ 2:1-10 വരെയുള്ള വചനങ്ങൾ ഇങ്ങനെയാണ്. ഒരു വിവാഹ വിരുന്നിൽ വെച്ച് യേശു വെള്ളം വീഞ്ഞാക്കി മാറ്റി. ഈ രണ്ട് ഉദ്ധരണികൾ വെച്ചുകൊണ്ടാണ് പലപ്പോഴും ക്രൈസ്തവ സഭ അല്ലെങ്കിൽ അതിലെ ചില മേധാവികൾ, വിശ്വാസികൾ യേശു വീഞ്ഞു കുടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമുക്കും വീഞ്ഞു കുടിക്കാം, അതുകൊണ്ട് പ്രശ്നമില്ല എന്ന് പറയാറുണ്ട്. എന്നാൽ യേശു കാനായിലെ വിവാഹ സൽക്കാരത്തിൽ വെച്ച് വെള്ളം വീഞ്ഞാക്കി മാറ്റി അത് കുടിച്ചത് യഥാർത്ഥ വീഞ്ഞാണോ എന്ന് നമ്മൾ കൃത്യമായി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ അത് യഥാർത്ഥ ലഹരി കലർന്ന വീഞ്ഞ് അല്ല എന്നാണ് ബൈബിളിൽ തന്നെ തെസലോനിക്ക 2:15, മത്തായിയുടെ സുവിശേഷം 15:6 പറയുന്നത്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: യേശു അമ്മയെ അനുസരിക്കാൻ ഗുണവും രുചിയുമുള്ള ലഹരിയുടെ കണിക പോലും ഇല്ലാത്ത വീഞ്ഞിന് സമാനമായ ഒരു പാനീയമാണ് ഉണ്ടാക്കിയത്. അപ്പോൾ യേശു വെള്ളം വീഞ്ഞാക്കി മാറ്റി. ആ വീഞ്ഞിന് ലഹരി ഇല്ലായിരുന്നു. മറ്റൊരു അഭിപ്രായം അനുസരിച്ച് ബൈബിളിൽ തന്നെ ഒരു ഉദ്ധരണിയാണ്, ആ വീഞ്ഞ് എന്ന് പറയുന്നത് ലഹരിയുള്ള വീഞ്ഞായിരുന്നില്ല, മറിച്ച് യേശു വെള്ളം മുന്തിരിച്ചാറാക്കിയാണ് മാറ്റിയത്. ആ മുന്തിരിച്ചാറിന് ഒരിക്കലും ലഹരി ഇല്ലായിരുന്നു, ബുദ്ധിയെ നഷ്ടപ്പെടുത്തുന്ന രൂപത്തിലുള്ള കഴിവുകളില്ലായിരുന്നു. അത് സാധാ ഒരു മുന്തിരിച്ചാറായിരുന്നു എന്ന് ബൈബിളിൽ തന്നെ ഉദ്ധരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മദ്യപാനത്തിന്റെ ചില പ്രശ്നങ്ങളെ സംബന്ധിച്ചും ബൈബിളിൽ തന്നെ പറയുന്നു. ഇയ്യോബിന്റെ പുസ്തകം 12:25, സങ്കീർത്തനം 107:27, സദൃശ്യവാക്യങ്ങൾ 23, 29, 30, 33 വചനങ്ങൾ പറയുന്നത് ഇങ്ങനെയാണ്: ലക്കുകെടുന്നതും വേച്ച് വേച്ച് നടക്കുന്നതും വഴക്കുണ്ടാക്കുന്നതും നാക്കു കുഴയുന്നതും എല്ലാം അമിത മദ്യപാനത്തിന്റെ ലക്ഷണങ്ങളാണ്. മദ്യപാനത്തിന്റെ ലക്ഷണങ്ങളെ കുറിച്ച് ഇതിൽ തന്നെ പറയുന്നു, ബൈബിളിൽ തന്നെ. അപ്പോ നേരത്തെ നമ്മൾ യേശു വീഞ്ഞു കുടിച്ചിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ അത് ബൈബിളിന് തന്നെ വിരുദ്ധമായിരിക്കും. കാരണം ബൈബിളിലെ സദൃശ്യവാക്യങ്ങളിൽ പറയുന്നത് നാം മദ്യപിക്കരുത് എന്നുള്ളതാണ്. കർത്താവ് പറയുന്നതാണ് നാം മദ്യപിക്കരുത് എന്ന്. അപ്പോൾ ഒരു സ്ഥലത്ത് യേശു മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു, മറ്റൊരു സ്ഥലത്ത് മദ്യപാനത്തെ നിരുത്സാഹപ്പെടുത്തുന്നു. ഇത് പരസ്പരം വൈരുദ്ധ്യമാകും. അതുകൊണ്ട് യേശു കാനായിലെ വിവാഹ സൽക്കാരത്തിൽ കഴിച്ചത് യഥാർത്ഥ വീഞ്ഞ് അല്ല എന്നാണ് ഈ ഉദ്ധരണികളിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. ഇത് തന്നെയാണ് നമ്മുടെ ഇസ്ലാം മതവും പഠിപ്പിച്ചത്. ഇസ്ലാം വെട്ടി തുറന്നുകൊണ്ട് തന്നെ ഒരു മടിയും കൂടാതെ കൃത്യമായിട്ട് അത് പരസ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അൽ ഖംറു ഉമ്മുൽ ഖബായിസ്, മദ്യപാനം എല്ലാ തിന്മകളുടെയും മാതാവാണ്. അതിലൂടെ സാമൂഹികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ അപരന്, നമ്മുടെ അയൽവാസിക്ക്, നമ്മുടെ കൂട്ടുകാരന്, നമ്മുടെ ചുറ്റുമുള്ളവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ മദ്യപാനത്തിലൂടെ നേരിടേണ്ടി വരും. അതൊരു സാമൂഹ്യ തിന്മയാണ് എന്ന് ഇസ്ലാം മതവും കൃത്യമായിട്ട് വരച്ചു കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു മതത്തിലും മദ്യപാനത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല, പ്രോത്സാഹിപ്പിക്കുന്നുമില്ല. എവിടെയും നിരാത്സാഹപ്പെടുത്തുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. മറ്റൊരു പുതിയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.